നമസ്കാരം സുഹൃത്തുക്കളെ, SCRTയുടെ 15ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സയൻസിലെ ടേബിൾസ്, കോളംസ്, പിക്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്ന ക്ലാസ് അല്ലേ. നമുക്ക് ഈ അടുത്ത് നടന്ന പ്രിലിംസിന് എക്സാമിനൊക്കെ എന്ത് ചെയ്തിട്ടുള്ള ആ ടേബിളുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത എക്സാം എഴുതാൻ പോകുന്നവരും എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല മാർക്ക് നമുക്ക് എന്ത് ചെയ്യും, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയിൽ കിട്ടുകയും ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യണേ. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ആമാശയരസത്തിലെ ഘടകങ്ങളും ധർമ്മങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് അല്ലേ. അതിന്റെ ബാലൻസ് ആണ് ഇനി പഠിക്കാനുള്ളത് കേട്ടോ. പെപ്സിൻ എന്ന എൻസൈം നമ്മുടെ ആമാശയത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം, ഇതാണ് നമ്മുടെ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന രസങ്ങൾ. അതിൽ ഈ പെപ്സിൻ എൻസൈമിന്റെ ഡ്യൂട്ടി എന്താണ്? പ്രോട്ടീനെ ഭാഗികമായിട്ട് എന്ത് ചെയ്യുന്നു, പെപ്റ്റോണുകളാക്കിയിട്ട് മാറ്റുന്നു. പ്രോട്ടീനെ ഭാഗികമായിട്ട് പെപ്റ്റോൺ ആക്കുന്നത് പെപ്സിൻ എൻസൈം ആണെങ്കിൽ കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നത് ഏതാണ്? ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന എൻസൈം ആണ്. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നതും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇനി ശ്ലേഷ്മത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മമാണ്. അപ്പോൾ ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന പെപ്സിൻ, ലിപ്പേസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം, ഈ 4 പ്രവർത്തനം നോക്കി വെക്കണം. 4 പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ലിവറിനെ കുറിച്ചിട്ടും അതുപോലെ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥികളെ കുറിച്ചിട്ടും നമുക്ക് നോക്കണം. കരളിനെ കുറിച്ചിട്ട് ലാസ്റ്റ് ഗ്രേഡിന്റെ എക്സാമിന് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവല് ഈ ബോക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നോക്കാം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകളില്ല. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏത്? പിത്തരസം. 1ാമത്തെ പോയിന്റ് പഠിക്കുക. പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളില്ല. 2ാമത്തെ പോയിന്റ് പഠിക്കാം. കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തിന് സഹായിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം എവിടെയാണ്? പിത്താശയത്തിലാണ് സംഭരിക്കുന്നത്. ഓക്കെ, കരൾ ഉൽപ്പാദിപ്പിക്കുന്നു പിത്തരസം സംഭരിക്കുന്നത് എവിടെയാണ്? പിത്താശയത്തിലാണ് കേട്ടോ. അപ്പൊ എത്ര പോയിന്റ് ലിവറിനെ കുറിച്ച് പറഞ്ഞു? കരൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ത്? പിത്തരസം. പിത്തരസത്തിൽ എൻസൈമുകൾ ഉണ്ടോ? ഇല്ല. പിന്നെ കൊഴുപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്? ചെറു കണികകളാക്കാൻ സഹായിക്കുന്നതും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ ദഹനത്തെ സഹായിക്കുന്നു. പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കുന്നു. അതവിടെ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ രസം ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസവും ആഗ്നേയ രസവും ഒരു പൊതുക്കുഴലിലൂടെ പക്വാശയത്തിലേക്ക് തുറക്കുന്നു. പക്വാശയം ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ആഗ്നേയ രസമാണ് എന്ത് ചെയ്യുന്നത്? പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. ചിലപ്പോ ആഗ്നേയ ഗ്രന്ഥി ആഗ്നേയ രസം ഉൽപ്പാദിപ്പിക്കുന്ന പറയുമ്പോൾ നമ്മൾ വേഗം ആൻസറിലേക്ക് എത്തില്ലേ. പക്ഷെ ഒരു പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കൺഫ്യൂഷൻ ആകും. അപ്പൊ പാൻക്രിയാസിൽ നിന്ന് ഒപ്പം എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് ഓർമ്മ വെക്കാനായിട്ട് ശ്രമിക്കുക. ആഗ്നേയ രസം ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസവും ആഗ്നേയ രസവും ഒരു പൊതുക്കുഴലിലൂടെ എന്ത് ചെയ്യും? പക്വാശയത്തിലേക്ക് തുറക്കുന്നു. ഇനി പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ലെങ്കിലും ദഹന പ്രക്രിയയിൽ അതിന്റെ പങ്ക് എന്തെന്ന് നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി ഇവിടെ ആഗ്നേയ രസങ്ങൾ തന്നിട്ടുണ്ട്. അത് എന്താണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഇവിടെ പാൻക്രിയാറ്റിക് അമിലേസ് എന്ന ആഗ്നേയ രസവും ട്രിപ്സിൻ എന്ന ആഗ്നേയ രസവും പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന ആഗ്നേയ രസങ്ങളും ഉണ്ട്. അത് നമുക്ക് നോക്കാം. അന്നജത്തെ എന്താക്കി മാറ്റുന്നുണ്ട്? മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നത് ആരാണ്? പാൻക്രിയാറ്റിക് അമിലേസ് ആണ് കേട്ടോ. അന്നജത്തെ മാൾട്ടോസ് എന്ന് പറഞ്ഞത് ആക്കി മാറ്റുന്നത് എന്താണ്? പാൻക്രിയാറ്റിക് അമിലേസ് ആണ്. ഇനി പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത് ട്രിപ്സിൻ ആണ്. പ്രോട്ടീനെ ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത് ട്രിപ്സിൻ ആണ്. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തവർക്ക് അറിയും ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കണ്ടോ. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത് ട്രിപ്സിൻ ആണ്. ഇനി കൊഴുപ്പിനെ ഫാറ്റി ആസിഡും പ്ലസ് ഗ്ലിസറോളും ആക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ് കേട്ടോ. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് അമിലേസ്. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്നത് ട്രിപ്സിൻ. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. ഇനി ആഗിരണത്തിന് പിന്നിൽ നോക്കാം.
ഗാഢതാക്രമത്തിനനുസരിച്ചും നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ എന്താണ്, ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ്, സിമ്പിൾ ഡിഫ്യൂഷൻ എന്താന്ന് നോക്കാം. നമുക്ക് ഓസ്മോസിസ് ഒക്കെ എപ്പോഴും എക്സാമിന് വരും, നമുക്ക് നോക്കാം. ഗാഢതാക്രമത്തിനനുസരിച്ചും ഗാഢതാക്രമത്തിനെതിരെയും ചെറുകുടലിൽ നിന്നും ലഘുഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നുണ്ട്. തന്മാത്രകളുടെ ഇതെവിടെ നോക്കണം കേട്ടോ, ഈ ഒരു പോയിന്റ് നോക്കിക്കണേ. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കിനെ സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും. എന്തൊക്കെയാണ്? തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കെയാണ് ഏത്? സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും. മൂന്നും കേട്ടോ. ഗാഢതാക്രമത്തിന് അനുകൂലമായതിനാൽ ഈ പ്രക്രിയകൾക്ക് എന്ത് ആവശ്യമില്ല? ഊർജം ആവശ്യം ഇല്ല. കാരണം കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് ഒഴുകുന്നത് അല്ലെ, അതുകൊണ്ട് കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടുതലേക്കാണെങ്കിൽ എന്താണ്? ഊർജം ആവശ്യമാണ്. പക്ഷെ ഇവിടെ കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്കാണ് ഏത് പോണത്? സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും. അതുകൊണ്ട് അവർക്ക് എന്ത് ആവശ്യമില്ല? ഊർജം ആവശ്യമില്ല. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, സിമ്പിൾ ഡിഫ്യൂഷൻ തന്നിട്ടുണ്ട്, ഗാഢത കൂടുതൽ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് കണ്ടോ. ഇനി ഫെസിലേറ്റഡ് ഡിഫ്യൂഷനും തന്നിട്ടുണ്ട്, ഗാഢത കണ്ടോ തുല്യം. ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുകുന്നത് കണ്ടില്ലേ? ഏത് ഘട്ടം വരെ ഈ ഒഴുക്ക് തുടരുന്നു എന്ന് മനസ്സിലായല്ലോ. ഇതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഇനി ലാക്റ്റയിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. കണ്ടോ, ഇത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. സിമ്പിൾ ഡിഫ്യൂഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായവ അല്ലെങ്കിൽ ശരിയല്ലാത്തവ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ, ഒന്നാമത്തെ പോയിന്റ് ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ ഒഴുക്ക് സിമ്പിൾ ഡിഫ്യൂഷൻ. രണ്ടാമത്തെ പോയിന്റ് ലാക്റ്റയിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം നടക്കുന്നത് ഏതിലൂടെ? സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. ലാക്റ്റയിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും പിന്നെ ഏതാണ്? ഗ്ലിസറോളിന്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. രണ്ടാമത്തെ പോയിന്റ് പഠിച്ചു വയ്ക്കുക. അർദ്ധധാര്യ സ്ഥലം ഇല്ലാതെയും ഡിഫ്യൂഷൻ നടക്കാം. മൂന്നാമത്തെ പോയിന്റ് അർദ്ധധാര്യ സ്ഥലം ഇല്ലാതെയും എന്ത് ചെയ്യാം? ഡിഫ്യൂഷൻ നടക്കാം. ഗന്ധം വ്യാപിക്കുന്നതും മഷി വെള്ളത്തിൽ പടരുന്നതും ഡിഫ്യൂഷൻ ഉദാഹരണമാണ്. ഇപ്പൊ നമ്മൾ എന്തിന്റെങ്കിലും ഗന്ധം, ഇപ്പൊ ഒരു പൈനാപ്പിൾ മുറിക്കുന്നുണ്ട്, അതിന്റെ ഗന്ധം ഉണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? അവിടെ നടക്കുന്ന ഡിഫ്യൂഷനാണ്. ഗന്ധം വ്യാപിക്കുന്നതും അതുപോലെ തന്നെ മഷി വെള്ളത്തിൽ പടരുന്നതും എന്താണ്? ഡിഫ്യൂഷന് ഉദാഹരണമാണ്. ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ചില തന്മാത്രകളുടെ എല്ലാം ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ഇതാണ് ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പൊ നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷനെ കുറിച്ചിട്ട് പഠിച്ചു. ഇനി അടുത്തത് ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ എന്താന്ന് ചോദിച്ചാൽ, ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തിലാണ്. ആ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താൽ നടക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ രക്തലോമികകളിലേക്കുള്ള ആഗിരണം നടക്കുന്നതും ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവ രക്തലോമികളിലേക്കുള്ള ആഗിരണം നടക്കുന്നതും ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ്. ഇനി എന്താണ് ഓസ്മോസിസ്? വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓസ്മോസിസിലൂടെയാണ് ജലം ആഗിരണം ചെയ്യപ്പെടുന്നത്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ്. ഇത് ഗാഢതാക്രമത്തിന് അനുകൂലമാണെങ്കിലും ജലതന്മാത്രകൾക്ക് മാത്രം ബാധകമാണ് കേട്ടോ. ജലതന്മാത്രകൾക്ക് മാത്രമായിട്ടുള്ളതാണ് ഏത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? ചില സന്ദർഭങ്ങളിൽ ഗാഢതാക്രമണത്തിന് വിപരീതമായും ആഗിരണം നടക്കാറുണ്ട്. അതായത് ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ചിട്ട്, ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്കാണെങ്കിൽ എന്ത് ആവശ്യമാണ്? എനർജി ആവശ്യമാണ്. പക്ഷെ കൂടിയിൽ നിന്നും കുറഞ്ഞതിലേക്കാണെങ്കിൽ എന്ത് ആവശ്യമില്ല? എനർജി ആവശ്യമില്ല. അതുകൊണ്ട് ഈ കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് ഇതവിടെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ. വാഹക പ്രോട്ടീൻ, ഇത് ഈ ചോദ്യം വന്നതാണ് കേട്ടോ. വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അവിടെ എന്തിന്റെ സഹായത്താലാണ് തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ട്? വാഹക പ്രോട്ടീനുകളുടെ സഹായത്താലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ചെറുകുടലില് ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുന്ന സമയത്ത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗിരണം നടക്കുന്നത്. തന്മൂലം കോശത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അല്പം പോലും നഷ്ടപ്പെടാതെ പരമാവധി ഗ്ലൂക്കോസും ലവണങ്ങളും രക്തത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ സെക്ഷൻ മാറ്റിയിട്ട് തന്നെ പഠിക്കണം. എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ, എന്താണ് ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ, എന്താണ് ഓസ്മോസിസ്, എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്.
ഇവിടെ പ്ലാസ്മ തന്നിട്ടുണ്ട്. പ്ലാസ്മയില് ജലത്തിന്റെ അളവ് എത്രയാണ്? 90 to 92% വരെയും എന്താണ്? ജലമാണ്. അതായത് നമ്മുടെ ബ്ലഡില് അടങ്ങിയിട്ടുള്ള പ്ലാസ്മ. ഇനി പ്രോട്ടീനോ 7 to 8% വരെ പ്രോട്ടീനുകളാണ്. മറ്റ് ഘടകങ്ങളാണ് കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ മുതലായവ. ഇതാണ് നമുക്ക് രണ്ടാം ഘട്ടം എക്സാമിന് 11-ാം തീയതി നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏത്? ഗ്ലോബുലിൻ. പ്ലാസ്മയിൽ കേട്ടോ നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. 4 ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഗ്ലോബുലിൻ ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ഇത് 3 രക്തത്തിലെ പ്ലാസ്മ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. കണ്ടോ പ്രോട്ടീനുകൾ കണ്ടോ തന്നിരിക്കുന്നത്. ആൽബുമിന്റെ പ്രവർത്തനം എന്താണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത്. BP ക്രമീകരിക്കുന്നത് ഏതാണ്? നമ്മുടെ രക്തത്തിലുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള ആൽബുമിൻ ആണ്. അപ്പൊ എങ്ങനെ ഇത് കണക്ട് ചെയ്യും? നമുക്ക് കോഡ് എങ്ങനെ ഇടാം? ആൽബി ഇല്ലേ? ആൽബി എന്ന് പറയുന്നത് ഒരു പേഴ്സന്റെ പേരാണ് അല്ലെ. അവന് എന്തുണ്ട്? BP ഉണ്ട് എന്നുള്ളത് ആലോചിക്കട്ടെ. ആൽബിക്ക് BP ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പോ ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുക. കണ്ടോ BP ക്രമീകരിക്കുന്നത് പ്രീവിയസ് ആണ്. ഇനി ഗ്ലോബുലിനോ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരുന്ന സമയത്ത് അത് പ്രതിരോധിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ രക്തത്തിലെ പ്രോട്ടീൻ ആയ ഗ്ലോബുലിൻ ആണ്. ഫൈബ്രിനോജൻ പ്രീവിയസ് ആണ്. ഇത് പ്രീവിയസ് ആണ്. ഇത് പ്രീവിയസ് ആണ്. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണ്? ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ രക്തത്തിൽ പ്രോട്ടീൻ ആയ ഫൈബ്രിനോജൻ ആണ്. അപ്പൊ രക്തത്തില് പ്ലാസ്മയുണ്ട്. അതില് നമ്മുടെ രക്തത്തില് ജലത്തിന്റെ അംശം 90 to 92% വരെയാണ്. നമ്മുടെ രക്തത്തിലെ പ്രോട്ടീൻ്റെ അളവ് 7 to 8% വരെയാണ്. മറ്റ് ഘടകങ്ങൾ കൊഴുപ്പുണ്ട്, ലവണങ്ങളുണ്ട്, യൂറിയുണ്ട്, പഞ്ചസാരയുണ്ട്, ഹോർമോണുകളുണ്ട്. നമ്മുടെ പ്ലാസ്മ പ്രോട്ടീനുകളാണ് ആൽബുമിനും ഗ്ലോബുലിനും ഫൈബ്രിനോജനും. ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുമ്പോൾ ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കാണ് ഫൈബ്രിനോജൻ. ഇനി ഇവിടെ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ഫുൾ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ഹൃദയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഊർധ്വമഹാശരീരം, വലത് ശ്വാസകോശ ധമനി, ഇടത് ശ്വാസകോശ ധമനി, വലതുകോശ സിര, ഇടത് സിരകള്, ഇടത് ഏട്രിയം, വലത് ഏട്രിയം, ട്രൈക്കസ്പീഡ് വാൽവ്, പിന്നെ വലത് വെൻട്രിക്കിള്, അതോ മഹാസിര, ശ്വാസകോശ ധമനി വാൽവ്, ഇതിൽ നിന്ന് എല്ലാം ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് വരാറുണ്ട്. ഇതൊരു ഹാർട്ടിന്റെ ഭാഗമാണ്. അപ്പൊ എന്താണ്? നന്നായിട്ട് ഈ പിക്ചർ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഇനി ഇതില് നമുക്ക് ഓരോന്ന് നോക്കാം. സിര, നമ്മുടെ ഹൃദയത്തിലെ സിരകളുടെ പ്രവർത്തനം എന്താണ്? ധമനിയുടെ പ്രവർത്തനം എന്താണ്? ലോമികകളുടെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് സിര? വെയിൻ എന്ന് പറയില്ലേ? രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നത് ആരാണ്? സിരയാണ്. കനം കുറഞ്ഞ ഭിത്തിയാണ് ഈ സിര എന്ന് പറയുന്നത്. ഉള്ളില് വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. സിരയിൽ എന്തുണ്ട്? വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഹൃദയത്തിലേക്കാണ് രക്തം പോണത് അല്ലേ? അപ്പൊ എന്താണ്? പതുക്കെയാണ് ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? രക്തം ഒഴുകുന്നത്. സിരയിലെ വാൽവുകൾ ഉണ്ട്. കനം കുറഞ്ഞ ഭിത്തിയാണ്. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. ഇനി ധമനി എന്താണ്? ആർട്ടറി എന്ന് പറയുന്നു അല്ലെ? ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലുള്ള രക്തത്തെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏതാണ്? ധമനിയാണ്. ഇലാസ്തികതയുള്ളതാണ്. കനം കൂടിയ ഭിത്തിയാണ് കേട്ടോ. ധമനി ധമനി എന്ന് പഠിക്കുക. നല്ല കട്ടി കൂടിയ ഭിത്തിയാണ്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ്. എന്താണോ സിരയിൽ പഠിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ധമനിയിൽ പഠിക്കുന്നതെന്ന് കണക്ട് ചെയ്ത് രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിൽ എന്താവും? കൺഫ്യൂഷൻ വരും. അപ്പോ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. സിര പഠിച്ചു വെക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ധമനി എന്ന് നോക്കുക. അപ്പൊ സിര എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നതും കനം കുറഞ്ഞതും വാൽവുകൾ കാണപ്പെടുന്നതും കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ധമനി. ഓക്കെ. ഇനി ലോമികകൾ എന്താണ്? കാപ്പിലാരിസ്. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലാണ്. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഹൃദയത്തിലെ ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഹൃദയത്തിലെ ഭിത്തി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ലോമികകളാണ് അല്ലെങ്കിൽ കാപ്പിലാരിസ്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. വാൽവുകളില്ല കേട്ടോ. ലോമികകളില് വാൽവുകൾ കാണപ്പെടുന്നില്ല. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഇനിവിടെ നമ്മുടെ
പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപര്യന വ്യവസ്ഥയാണ് പോർട്ടൽ വ്യവസ്ഥ. ഉദാഹരണം ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ നോക്കാം. കുടലിലെ ലോമികകള്, ഹെപ്പാറ്റിക്കൽ പോർട്ടൽ വിര, ആ ഒരു ഓർഡർ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥയില് നമുക്ക് ഇതില് ഓരോന്ന് നോക്കി വെക്കുക. കരളിലെ ലോമികകള്, കരള്, ഹെപ്പാറ്റിക് സിര, മഹാസിര, ഹൃദയം. ഇനി ശരീരത്തിലെ പ്രതിരോധപ്പുര ഏകദേശം 4 ഇഞ്ച് വലിപ്പം. ഓരോന്ന് നോക്കണം കേട്ടോ. 4 ഇഞ്ച് വലിപ്പം. പിന്നെ എന്താ നിറം? പർപ്പിൾ കേട്ടോ, പർപ്പിൾ നിറം. പിന്നെ 200 ഗ്രാം തൂക്കം. ഉദരാശയത്തിന്റെ മുകൾ ഭാഗത്ത്, ആമാശയത്തിന്റെ ഇടതുഭാഗത്താണ് സ്ഥാനം. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം, പേര് സ്പ്ലീന്. പ്ലീഹ എന്ന് മലയാളം. അപ്പോൾ സ്പ്ലീൻ എന്നതും പ്ലീഹ എന്നതും ഒരേ പദമാണ്. മലയാളത്തിൽ പ്ലീഹ എന്ന് പറയുന്നു, ശരിക്കും പേരെന്താണ്? സ്പ്ലീൻ എന്നാണ് കേട്ടോ. വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിലും പ്രതിരോധ പ്രവർത്തനമാണ് മുഖ്യം. സ്പ്ലീനിൽ 2 തരം കലകളുണ്ട്. ചുവന്ന പൾപ്പ് കലകൾ രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായിട്ടുള്ള അരുണ രക്താണുക്കളെ അരിച്ചു നീക്കം ചെയ്യുന്നു. അവയെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുന്നു. വെളുത്ത പൾപ്പ് കോശങ്ങൾ, അപ്പൊ 2 എണ്ണം ഉണ്ട്. ഒന്ന് ചുവന്ന പൾപ്പ് കലയും 2 വെളുത്ത പൾപ്പ് കോശങ്ങളും. അതില് ചുവന്ന പൾപ്പ് കലകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മുടെ രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായിട്ടുള്ള RBCനെ അല്ലെങ്കിൽ അരുണ രക്താണുക്കളെ അരിച്ചു നീക്കം ചെയ്യുന്നത് ചുവന്ന പൾപ്പ് കലകളാണെങ്കിൽ, അതുപോലെ തന്നെ ഇരുമ്പ് പോലുള്ള ഘടകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ് ഒക്കെ ഉള്ള ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും? സംരക്ഷിച്ചു നിർത്തുന്നതും RBC ആണ്. അതായത് ചുവന്ന പൾപ്പ് കലകളാണ്. ഇനി വെളുത്ത പൾപ്പ് കലകൾ എന്താണ്? പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ T കോശങ്ങളെയും B കോശങ്ങളെയും, നമ്മൾ T ലിംഫോസൈറ്റ്, B ലിംഫോസൈറ്റ് എന്നൊക്കെ പഠിക്കാറുണ്ട് അല്ലെ? ആ T കോശങ്ങളെയും B കോശങ്ങളെയും ഒക്കെ സംഭരിക്കുന്നത് വെളുത്ത പൾപ്പ് കോശങ്ങളാണ്. ശരീരത്തിനുള്ളിൽ കിടക്കുന്ന രോഗകാരികളായ ബാക്ടീരിയകളെയും വൈറസുകളെയും ഏതെന്ന് തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നതിന് ആവശ്യമായ ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് സ്പ്ലീനിലും ലിംഫ് നോഡുകളിലും വെച്ചാണ്. ചുരുക്കത്തിൽ ശരീരത്തിലെ ആയുധപ്പുരയോ പട്ടാള ക്യാമ്പോ ആണ് ഈ ചെറിയ അവയവം എന്ന് പറയാം. ഇത് പ്രീവിയസ് ആണ്. നമ്മുടെ ശരീരത്തിലെ ആയുധപുര, പട്ടാള ക്യാമ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പ്ലീഹയാണ്, സ്പ്ലീൻ. ഇനി പ്ലീഹയില് 2 എണ്ണം, ചുവപ്പ് പൾപ്പ് കലയും വെളുത്ത പൾപ്പ് കലയും. അതിന്റെ 2 പ്രവർത്തനങ്ങളും വ്യത്യാസം നന്നായിട്ട് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കി വെക്കുക കേട്ടോ. ഇനി ഹൃദയം മാറ്റിവെക്കലും കൃത്രിമ ഹൃദയം, അവയവദാനം, അവയവം മാറ്റിവെക്കലും ഇന്നൊരു വാർത്തയൊന്നുമല്ല അല്ലെ? അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. BC 200 തന്നെ ഇന്ത്യയിൽ ത്വക്കിന്റെ ഭാഗങ്ങൾ മാറ്റിവെച്ചതിന് രേഖകളുണ്ട്. 1946 നായയിൽ ഹൃദയം മാറ്റിവെച്ചുകൊണ്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് തുടക്കം കുറിച്ചത് റഷ്യൻ ഡോക്ടറായ ഡെമിറ്റോവ് ആണ്. ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെച്ചത് മനുഷ്യനിലാണോ? ആണോ? അല്ല അല്ലെ? ഏതിലാണ്? ഹൃദയത്തിൽ, നായിലാണ് കേട്ടോ, മനുഷ്യനിലല്ല, നായിലാണ് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെച്ചത്. 1946 റഷ്യൻ ഡോക്ടറായ ഡെമിക്കോവ് കേട്ടോ, ഡെമിക്കോവ്. ഏതിലാണ്? നായിലാണ്. മനുഷ്യനിൽ തുടക്കം കുറിച്ചു. എപ്പോഴാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇതെല്ലാം പ്രീവിയസ് ആണ്. 1967 ദക്ഷിണാഫ്രിക്കയില് ക്രിസ്ത്യൻ ബെർണാഡിന്റെ നേതൃത്വത്തിലാണ് കേട്ടോ. പക്ഷെ രോഗി 18 ദിവസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂവെങ്കിലും അതിനൊരു തുടക്കം കുറിക്കാനായിട്ട് സാധിച്ചു. ലോകത്ത് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന വർഷം 1967 ദക്ഷിണാഫ്രിക്കയില്. ചെയ്ത ഡോക്ടറിന്റെ പേര് ക്രിസ്ത്യൻ ബെർണാഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്രിസ്ത്യൻ ബെർണാഡ് കേട്ടോ, ക്രിസ്ത്യൻ ബെർണാഡ്. ഇനി അത് കഴിഞ്ഞു, അത് നമ്മുടെ 67 ലോകത്തിൽ കഴിഞ്ഞു. 1994 നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസിന്റെ വെച്ചിട്ട് ഡോക്ടർ പി വേണുഗോപാലും സംഘവും ഇന്ത്യയിലും വിജയം ആവർത്തിച്ചു. 94 ആരാണ്? വേണുഗോപാൽ കേട്ടോ. ഹൃദയം മാറ്റിവെക്കൽ ഇന്ന് ലോകവ്യാപകമാണ്. അതും കടന്ന് 1982 റോബർട്ട് ജാർവിക്കിന്റെയും ജോഹാൻ കോഫിന്റെയും നേതൃത്വത്തിൽ രോഗബാധിത ഹൃദയത്തിന് പകരം കൃത്രിമ ഹൃദയം വെച്ച് പിടിപ്പിച്ച വൈദ്യശാസ്ത്ര മേഖലയില് മറ്റൊരു നാഴികക്കല്ല് ഇട്ടു. ഇനി ഹൃദയപൂർവ്വം ഇത് പഠിച്ചു വെക്കണം. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോക ഹൃദയ ദിനം. ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയെ പറയുന്ന പേരാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിറോസ്ക്ലെറോസിസ്. എന്താണ്? നമ്മുടെ ശരീരത്തിലെ ഭിത്തികളിൽ, ധമനിയുടെ ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയെ പറയുന്ന പേര് എന്താണ്? അതിറോസ്ക്ലെറോസിസ്. എന്താണ്?
അതിറോസ്ക്ലിറോസിസ്. തന്മൂലം ധമനിയുടെ ഉൾവ്യാസം കുറയും. കൂടാതെ രക്തക്കുഴലുകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടും. പൊട്ടാനുള്ള സാധ്യത കൂടും. ഉൾഭിത്തി പരുപരുത്തതാകും. തന്മൂലം മരണ രക്താണുക്കൾ ഒട്ടിപ്പിടിച്ച രക്തക്കട്ടകൾ രൂപപ്പെടും. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കോഴികളിൽ രക്തക്കട്ട ഉണ്ടാകുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ സെപ്റ്റംബർ 29 പഠിച്ചു വെക്കുക, ലോക ഹൃദയ ദിനം. പിന്നെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലിറോസിസ് ട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ ഓസ്മോസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓസ്മോസിസ് വഴി ജലം ഇലകളിലെ കോശങ്ങളിലേക്കൊക്കെ എത്തുന്നത്. പിന്നെ അതായത് ജലത്തിൽ ഇലകളിൽ കാണപ്പെടുന്ന സുഷിരങ്ങൾ ആസ്യരന്ധ്രം വഴി സസ്യസേചനം വഴി ജലം, അതിന്റെ ആ ഒരു സസ്യങ്ങളിൽ നടക്കുന്ന ജലത്തിന്റെ പ്രവാഹം, അതൊരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഓസ്മോസിസ് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം നമ്മുടെ എന്തൊക്കെയാണ് അല്ലേ, നല്ലോണം പഠിക്കാനുണ്ട്, പഠിക്കാട്ടോ. നമ്മുടെ മൂക്കിൽ നോക്കി നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ശ്വസന വ്യവസ്ഥ നമ്മളൊന്ന് ശ്വസിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ തോന്നും നമ്മളിങ്ങനെ തുറന്നു വെച്ച് വായു ശ്വസിക്കുന്നത് അതങ്ങോട്ട് ഉള്ളിക്ക് പോകണം അല്ലേ, നമ്മൾ അങ്ങനെ ചിന്തിക്കും. അങ്ങനെയല്ല, നോക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നാസാദ്വാരമുണ്ട്, നാസാഗഹ്വരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, വായു, അറ അല്ലെ. നാസാദ്വാരം കണ്ടോ, ഈ പിക്ചർ നോക്കിക്കേ. എന്താ ചെയ്യുന്നത്? ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് ദ്വാരത്തിലൂടെ അല്ലെ. മൂക്കിലെ ദ്വാരത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒക്കെ വായു പോകുന്നത് അല്ലെ. ഇനി നാസാഗഹ്വരോ, നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് ഗഹ്വരം. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ്. ഇനി സി ആകൃതിയിലുള്ള, വെരി ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് ശ്വാസനാളം. ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിന് ഈ വലയങ്ങൾ സഹായിക്കുന്നു. സി ആകൃതിയാണ് കേട്ടോ. നമ്മുടെ ശ്വാസനാളത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് സി ആണ്. ശ്വസനിയോ, ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകളാണ്. ഇവയിൽ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നു. ശ്വസനിക, ശ്വസനിയുടെ അഗ്രശാഖകൾ വായു അറകളിലേക്കും തുറക്കുന്ന നേർത്ത ഈ കുഴലുകളിൽ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നില്ല. വായു അറിയോ, ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികത സ്വഭാവമുള്ള അതിലോലമായ സ്ഥര അറകൾ വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നു. വാതക വിനിമയം നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇനി പ്ലൂറ വെരി ഇമ്പോർട്ടന്റ് ആണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്ഥലമാണ്. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഇരട്ട ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ഒരു ഇരട്ട സ്ഥലമാണ് ഏത്? പ്ലൂറ. ഇതാണ് ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്, പ്ലൂറ. ഇനി ഈ സ്ഥലപാളികൾക്കിടയിൽ പ്ലൂറ ദ്രവം ശ്വാസകോശവും ഔരസാക്ഷി ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നു. ശ്രദ്ധിക്കണേ, എന്താണ് ഈ സ്ഥലപാളികൾക്കിടയിലുള്ള പ്ലൂറ ദ്രവം ശ്വാസകോശവും ഔരസാക്ഷി ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നു. ഇനി ഡയഫ്രം പഠിക്കണം. ഉദരാശയത്തെയും ഔരസാക്ഷയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായിട്ടുള്ള ഭിത്തിയാണ് ഏത്? ഡയഫ്രം. ചോദിക്കാറുണ്ട് കേട്ടോ, ഡയഫ്രം ഏതിന്റെ ഭാഗമാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി ഉച്ഛ്വാസം. അയ്യോ, ഇതൊന്ന് ക്വസ്റ്റ്യൻസ് വന്നാ നമ്മൾ എന്താണ് ഒന്ന് കൺഫ്യൂഷൻ ആകും. അവിടെ ഇരുന്നിട്ട് നമ്മൾ ഉച്ഛ്വാസവും നിശ്വാസവും ഒക്കെ എടുക്കേണ്ടി വരും. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്കും അതുപോലെ നമ്മൾ പുറത്തേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എപ്പോഴും ഈ 2024 എക്സാമിൽ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഉച്ഛ്വാസ സമയത്ത്, അതായത് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഇന്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നത് മൂലം വാരിയെല്ല് ഉയരുകയാണ് ചെയ്യുന്നത്. ഇന്റർകോസ്റ്റൽ ഉച്ഛ്വാസ സമയത്ത് എന്താണ്? ഇന്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നത് മൂലം വാരിയെല്ല് ഉയരുന്നു. ഔരസാശയ വ്യാപ്തം കൂടുന്നു. ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കുറയുന്നു. വായു അകത്തേക്ക് പ്രവേശിക്കുന്നു. ഉച്ഛ്വാസ സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് വായു അകത്തേക്ക് പ്രവേശിക്കുകയും നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തെക്കാൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഔരസാശയ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. വായു അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്ന് അവിടെ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡയഫ്രം എന്ത് ചെയ്യും? ആ സമയത്ത് സങ്കോചിക്കാൻ, അവിടെ കുറയലാണ് നടക്കുന്നത് കേട്ടോ. ഉച്ഛ്വാസം എടുക്കുന്ന സമയത്ത് കുറയലാണ് നടക്കുന്നതെന്ന് കണക്ട് ചെയ്യാം. മർദ്ദത്തെക്കാൾ കുറയുന്നു, ഡയഫ്രം സങ്കോചിക്കുന്നു. ഇനി നിശ്വാസ സമയത്തോ, നമ്മൾ വായു പുറത്തേക്ക് വിടുമ്പോഴോ ഇന്റർകോസ്റ്റൽ പേശികൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്ന മൂലം വാരിയെല്ല് താഴ്ന്നു, ഡയഫ്രം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഔരസാശയ വ്യാപ്തം കുറയുന്നു. ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടുകയാണ് ചെയ്യുന്നത്. വായു പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. രണ്ടും നന്നായിട്ട് കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. ത്വക്കിനേക്കാളും വിസ്തീർണമോ?
ശരീരത്തെ മൊത്തം പൊതിയുന്ന ത്വക്കിന്റെ പ്രതല വിസ്തീർണം 2 ചതുരശ്ര മീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിൽ മൊത്തം നമ്മളെ പൊതിഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ ത്വക്കാണ്, സ്കിന്നാണ് അല്ലേ? അത് മൊത്തം പ്രതല വിസ്തീർണം എത്രയാണ്? 2 ചതുരശ്ര മീറ്റർ ആണ്. പക്ഷേ എന്നാൽ 2 ശ്വാസകോശങ്ങളിലെയും വായു അറകളുടെ ആകെ പ്രതല വിസ്തീർണം ആശ്ചര്യം തന്നെയാണ് അല്ലേ? നമ്മുടെ വായു അറകളുടെ പ്രതല വിസ്തീർണം എത്രയാണ്? 70 ചതുരശ്ര മീറ്റർ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ വേഗം ത്വക്ക് ചെയ്തു അല്ലേ? പക്ഷെ അല്ല, വായു അറകളുടെ പ്രതല വിസ്തീർണമാണ് കൂടുതൽ കേട്ടോ. ശ്വാസകോശങ്ങളിലെ വായു അറകളുടെ 70 ചതുരശ്ര മീറ്റർ. ചോദ്യം വന്നാലേ നല്ല റാങ്ക് മേക്കിംഗ് ആവും. 2 ശ്വാസകോശങ്ങളെയും വായു അറകളുടെ ആകെ പ്രതല വിസ്തീർണം എത്ര? അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ പറ്റേ അല്ലേ? 70 ചതുരശ്ര മീറ്റർ ആണ് കേട്ടോ. 2 ശ്വാസകോശങ്ങളെയും വായു അറകളുടെ ആകെ പ്രതല വിസ്തീർണം 70 ചതുരശ്ര മീറ്റർ ആണ്. അതായത് ഒരു ടെന്നീസ് കോർട്ടിന്റെ വിസ്തീർണത്തിന് തുല്യം. ഒരു ടെന്നീസ് കോർട്ടിന്റെ വിസ്തീർണത്തിന് തുല്യമാണ്. ഇത്രയും കൂടി പ്രതല വിസ്തീർണം ശ്വസനവാതങ്ങളുടെ വിനിമയം എളുപ്പത്തിൽ നടക്കുന്നതിന് സഹായിക്കുന്നു. അപ്പൊ ഇവിടെ 2 ചതുരശ്ര മീറ്റർ ആണ് ത്വക്കിനെ എന്ന് കണക്കാക്കുക. വായു അറകൾക്കാണ് 70 ചതുരശ്ര മീറ്റർ. ഇനി നമുക്ക് ഇവിടെ RBC തന്നിട്ടുണ്ട്, WBC തന്നിട്ടുണ്ട്. നോക്കൂ, അരുണ രക്താണുക്കളെ ഡിസ്കിന്റെ ആകൃതിയാണ്. 1 മില്ലി ലിറ്ററിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ RBC ഉണ്ട്. ന്യൂക്ലിയസോ മറ്റു കോശാംഗങ്ങളോ ഒന്നും ഇല്ല. നിറയെ ഓക്സിജനോട് പ്രതിപത്തി കൂടിയ ഹീമോഗ്ലോബിൻ മാത്രം. RBCയില് ഓൺലി എന്ത് മാത്രമാണ്? എന്താണ്? ഓക്സിജൻ ഇല്ല കേട്ടോ. ഓക്സിജനോട് പ്രതിപത്തി കൂടിയ ഏതാണ്? ഹീമോഗ്ലോബിൻ മാത്രമാണ്. ഹീമോഗ്ലോബിൻ. RBCയിൽ ഓൺലി എന്താണ്? ഹീമോഗ്ലോബിൻ മാത്രമാണ്. ന്യൂക്ലിയസ് ഇല്ല, കോശാംഗങ്ങൾ ഇല്ല. ഓക്സിജനോട് പ്രതിപത്തി കൂടിയ ഹീമോഗ്ലോബിൻ മാത്രം. 1 മില്ലിമീറ്ററിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ. ഡിസ്ക് എന്താണ്? RBC ആണ്. ഡിസ്കിന്റെ ആകൃതിയാണ് കേട്ടോ. ഇവിടെ ഹീമോഗ്ലോബിൻ തന്നിട്ടുണ്ട്. ഇരുമ്പ് നോക്കൂ, 4 പ്രോട്ടീൻ ഇഴകളും പിന്നെയോ 4 പ്രോട്ടീൻ ഇഴകളും ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ, പ്രോട്ടീൻ ഇഴകൾ 1 2 3 4 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പടങ്ങിയ ഹീമും ചേർന്നതാണ് ഹീമോഗ്ലോബിന്റെ ഘടന. ഒരു ഹീമോഗ്ലോബിന്റെ ഘടന എന്ന് പറയുന്നത് 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പടങ്ങിയ ഹീമും ചേർന്നതാണ്. ഹീമില് ഇരുമ്പുമായിട്ടാണ് ഓക്സിജൻ കൂടിച്ചേരുന്നത്. പ്രോട്ടീൻ ഇഴകളും ഹീമും 4 വീതം ഉള്ളതിനാൽ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാനുള്ള കഴിവുണ്ട്. പഠിച്ചു വെക്കണേ. ഇനി വായു അറകള്, അതുപോലെ തന്നെ കലകളിലെ ഓക്സിജനുകൾ തന്നിട്ടുണ്ട്. ഇവിടെ ഓക്സിജൻ, വായു അറയിൽ നടക്കുന്നത് ഓക്സിജൻ, രക്തലോമികകള്, ഹീമോഗ്ലോബിൻ, ഓക്സി ഹീമോഗ്ലോബിൻ. പിന്നെ കലകളിലെ കോശങ്ങൾ, ടിഷ്യൂ ദ്രവങ്ങള്. ഓക്സിജനെ വിട്ടുകൊടുത്ത് ഹീമോഗ്ലോബിൻ സ്വതന്ത്രമാകുന്നതും ടിഷ്യൂ ദ്രവത്തിലൂടെ കോശങ്ങളിലേക്കുള്ള ഓക്സിജന്റെ ഡിഫ്യൂഷൻ ഒക്കെ നടക്കുന്ന ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇനി പുകമുറിയില് അകപ്പെട്ടാൽ ഓക്സിജനോടുള്ളതിനേക്കാൾ ഹീമോഗ്ലോബിന് പ്രതിപത്തി കാർബൺ മോണോക്സൈഡിനാണ്. എന്തിനാണ്? ഓക്സിജനോടുള്ളതിനേക്കാൾ ഹീമോഗ്ലോബിന് പ്രതിപത്തി ആർക്കാണ്? കാർബൺ മോണോക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡിനാണ്. ഹീമോഗ്ലോബിനുമായി കാർബൺ മോണോക്സൈഡ് അതിവേഗം കൂടിച്ചേരുകയും കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന സ്ഥിരത കൂടിയ സംയുക്തം രൂപപ്പെട്ടു. ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയെന്നറിയാം? 2024 ചോദിച്ചത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അതിവേഗം കൂടിച്ചേർന്ന് ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേർന്നിട്ട് CO2 ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ തെറ്റായിരുന്നു. പെട്ടെന്ന് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന് കണക്ട് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ടാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന സ്ഥിരത കൂടിയ സംയുക്തം രൂപപ്പെടുന്നത്. ഓക്സി ഹീമോഗ്ലോബിനെ പോലെ കാർബോക്സി ഹീമോഗ്ലോബിൻ വിഘടിക്കാത്ത മൂലം ഹീമോഗ്ലോബിൻ തന്മാത്ര നശിക്കുന്നു. ഇത് ചില സന്ദർഭങ്ങളിൽ അപകടം വരാറുണ്ട്. തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തില് മുറികളിൽ കുടുങ്ങിപ്പോയാൽ പുകയോടൊപ്പം കാർബൺ മോണോക്സൈഡും ശ്വസിക്കാൻ ഇടയാകും. അപ്പൊ പുകയില് തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ആ പുകയിൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. പിന്നെ നമ്മൾ വാഹനങ്ങളുടെ പുകയിൽ ഏതാണ്? അതും കാർബൺ മോണോക്സൈഡ് ആണ് അല്ലെ. എന്നാൽ വിറക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ട് എത്രയും വേഗം തീ കെടുത്തണം എന്നുള്ളത് പോലെ തന്നെ പുകമുറിയിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെത്തിക്കുക എന്നത് പ്രധാനമാണ്. നനഞ്ഞ തുണി കൊണ്ട് മൂക്കും വായും പൊത്തിക്കിടക്കുന്നവരുണ്ട്. പുറത്തു കിടന്ന് വായു സഞ്ചാരമുള്ള ഭാഗത്തേക്ക് മാറുകയാണ് വേണ്ടത്. സ്വയം രക്ഷപ്പെടാൻ കഴിയാത്തവരെ രക്ഷാപ്രവർത്തകർക്കും ഇതേ രീതി ഉപയോഗിച്ച് രക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹീമോഗ്ലോബിൻ ആണ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉള്ളത് കണക്ട് ചെയ്ത് വെക്കണം.
ഇനി ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തിയും വെരി ഇമ്പോർട്ടന്റ് ആണ്. കോശശ്വസനത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. ഇത് സ്റ്റേറ്റ്മെന്റ് ലെവല് ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വരുന്ന എക്സാമുകളിലും ക്വസ്റ്റ്യൻ വരും. ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തി കോശശ്വസനത്തിന്റെ 2 ഘട്ടങ്ങളാണ്. ഒന്ന് ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തിയും. ചിലപ്പോൾ ഇങ്ങനെ തരില്ല, കോശശ്വസനത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ശരിയാണോ അല്ലയോ? ശരിയാണ്. ഒന്ന് ഗ്ലൈക്കോളിസിസ്, ക്രബ്സ് പരിവൃത്തി. ഗ്ലൈക്കോളിസിസ് ആണ് ഒന്നാമത്തെ ഘട്ടം. ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യാണ് ഇവിടെ? പൈറുവിക് ആസിഡ് ആക്കിയിട്ട് മാറ്റാണ് രണ്ടാമത്തെ പോയിന്റ്. ഇതൊന്ന് കോശശ്വസനത്തിലെ ഒന്നാം ഘട്ടം. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു രണ്ടാമത്തത്. 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു മൂന്നാമത്തെ പോയിന്റ്. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമില്ല നാലാമത്തെ പോയിന്റ്. 4 പോയിന്റ് ആണ് ഗ്ലൈക്കോളിസിസിനെ കുറിച്ച് പഠിക്കുന്നത്. കോശശ്വസനത്തിലെ ഒന്നാമത്തെ ഘട്ടം ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. 2 ATP തന്മാത്രകൾ നിർമ്മിക്കുന്നു. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനത്തിന് ഇതിന് എന്ത് ആവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. ക്രബ്സ് പരിവൃത്തി രണ്ടാമത്തെ ഘട്ടമാണ്. ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ. ക്രബ്സ് പരിവൃത്തി മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഇത് ഗ്ലൈക്കോളിസിസോ കോശദ്രവ്യത്തിൽ വെച്ചിട്ട് കേട്ടോ. ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ വെച്ചിട്ടും മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ക്രബ്സ് പരിവൃത്തി നടക്കുന്നത്. നിരവധി രാസമാറ്റങ്ങളുടെ പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്നു. ഇവിടെ 28 ATP ആണ്. ഇവിടെ 2 ATP ആണെങ്കിൽ ഇവിടെ 28 ATP തന്മാത്രകളുള്ളത്. ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമാണ്. ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമില്ല. ക്രബ്സ് പരിവൃത്തിക്ക് ഓക്സിജൻ ആവശ്യമാണ്. ഗ്ലൈക്കോളിസിസിന് 2 ATP, ക്രബ്സ് പരിവൃത്തിക്ക് 28 ATP. ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ നടക്കുന്നു. ക്രബ്സ് പരിവൃത്തി മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. കോശശ്വസനത്തിലെ ഒന്നാം ഘട്ടം ഗ്ലൈക്കോളിസിസ്, രണ്ടാം ഘട്ടമാണ് ക്രബ്സ് പരിവൃത്തി. വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ അങ്ങനെ 15ാമത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യണം? വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഇനിയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ബോക്സുകൾ നമുക്ക്. കാരണം മിക്സഡ് ആണല്ലോ, ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വരികയാണ്. സ്റ്റാൻഡേർഡ് 5 to ഓർഡറിലാണ് വരുന്നത് കേട്ടോ. 10ാം ക്ലാസ് വരെ ഓർഡറിലാണ് വരുന്നത്, മിക്സഡ് അല്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സോഷ്യൽ സയൻസ് ചെയ്യണം. ന്യൂ SCRT സയൻസ്, സോഷ്യൽ സയൻസ്, അങ്ങനെ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് നമുക്ക് മാർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ നേടിയെടുക്കാനായിട്ട് പറ്റും. താഴെ കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.